നേരത്തെ ഒരു നടപടിയും സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായില്ല. ഞാൻ സൂചിപ്പിച്ച ഈ രൂപത്തിൽ ജനവിരുദ്ധ നയങ്ങൾ ഇവിടെ നേരത്തെ സ്വാഗതത്തിൽ സൂചിപ്പിച്ചത് വിലക്കയറ്റം കൊണ്ട് ജനം പുറകിൽ. ജനവിരുദ്ധ നയങ്ങൾ അനിശ്ചിതമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. അതിനെതിരായിട്ടുള്ള ജനവികാരം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യത്യസ്തമായ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ട് പോലും വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് PV അൻവറിന്റെ നേതൃത്വത്തിൽ മൂന്നാമതൊരു രൂപപ്പെട്ടിട്ട് പോലും ആ തെരഞ്ഞെടുപ്പിൽ അഭിമാനകരമായ ഭൂരിപക്ഷത്തോടെ ഐക്യ ജനാധിപത്യ മുന്നണി അചഞ്ചലമായ വിജയം അരക്കത്ത് ഉറപ്പിച്ചുകൊണ്ടുള്ള ജൈത്രയാത്രയുമായി മുന്നോട്ട് പോകുന്നുവെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് UDF-നെ ദുർബലപ്പെടുത്താൻ, UDF-നെ ഏതെങ്കിലും തരത്തിൽ ദുർബലപ്പെടുത്തുക എന്ന ബോധപൂർവമായ ഉദ്ദേശത്തോടുകൂടി നിരവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും ഈ അവസരത്തിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. 2016-ൽ എങ്ങനെയാണോ ഐക്യ ജനാധിപത്യ മുന്നണിയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നത്, അതേ ഹീനമായ തന്ത്രവും വിലകുറഞ്ഞ അളവുകളും ഉപയോഗിച്ചുകൊണ്ട് UDF-നെ അപകീർത്തിപ്പെടുത്താൻ, ദുർബലപ്പെടുത്താനുള്ള ബോധപൂർവമായ പ്രവർത്തനങ്ങളുമായി CPM മുന്നോട്ട് വരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മതപരമായ വിഭാഗീയത വളർത്തുക എന്ന ബോധപൂർവമായ ഉദ്ദേശത്തോടുകൂടി 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ന്യൂനപക്ഷ പ്രീണന തന്ത്രം മാറ്റി. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഭാഗത്ത് ഇന്ന് ഭൂരിപക്ഷ പ്രീണനം നടത്തി ഭൂരിപക്ഷ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കുക എന്നുള്ളതാണ് CPM സ്വീകരിച്ചിട്ടുള്ള നയം. അതിന്റെ ഭാഗമാണ് ഈ മാസം 20-ാം തീയതി നടക്കാൻ പോകുന്ന ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടി. ഒരു മുഖ്യമന്ത്രി, ഒരു ഗവൺമെന്റ്, ഞാൻ വളരെ നിരൂപത്തിൽ ചോദിക്കണം, ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി ഹാജരായിട്ടുള്ള ഗവൺമെന്റിന്റെ അഭിഭാഷകർ ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ ആ വാദം ഉന്നയിച്ചുകൊണ്ട് പറഞ്ഞത്, ആഗോള അയ്യപ്പ സംഗമത്തെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞത് സംസ്ഥാന ഖജനാവിൽ നിന്ന് പണമെടുത്ത് ഒരു മതവിഭാഗത്തിന്റെ വിശ്വാസ സമൂഹത്തിന്റെ ചടങ്ങ് സംഘടിപ്പിക്കുന്നത് എന്തിനാണ്? കോടതി ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. UP-യിൽ യോഗി ആദിത്യനാഥിന് പൊതുഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട് കുംഭമേള നടത്താമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിലായിരിക്കുക? അവിടെയാണ് ഞാൻ നേരത്തെ രണ്ടും തമ്മിൽ എന്ത് വ്യത്യാസം? യോഗി ആദിത്യനാഥും കേരളത്തിലെ പിണറായി വിജയനും തമ്മിൽ എന്ത് വ്യത്യാസം? എന്താണ് ഈ അയ്യപ്പ സംഗമത്തിന് പിന്നിലുള്ളത് എന്നുള്ളത് പകലിൽ പോലെ വ്യക്തമാണ്. ഒരു ഗവൺമെന്റിന്റെ കാലാവധി തീരാൻ കേവലം 6 മാസം മാത്രമുള്ളപ്പോ ശബരിമലയുടെ സമഗ്രമായ വളർച്ചയ്ക്കും വികസനത്തിനും 3000 പ്രതിനിധികളെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്യുക, എന്നിട്ട് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത് പ്രഖ്യാപിക്കുക. 12ാമത്തെ വർഷമാണ്. ഈ 10 വർഷം എന്തായിരുന്നു ചെയ്തത്? ശബരിമല സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ വിശദാംശം പഴയ യുദ്ധത്തിലേക്ക് നോക്കും. 12,000-ത്തിലധികം പേർ നായർ സർവീസ് സൊസൈറ്റിയുടെ സംസ്ഥാന ഖജാൻജിയായിട്ടുള്ള നമ്മുടെ കരുനാഗപ്പള്ളി താലൂക്ക് യൂണിയൻ NSSന്റെ പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് NV അയ്യപ്പൻ നായർ ഉൾപ്പെടെ 12,000-ത്തിലധികം പേർക്കുള്ള കേസുകളുടെ പേരിലുള്ള കേസുകൾ രാഷ്ട്രീയ പ്രവർത്തകർ പോകട്ടെ, ഘോഷയാത്ര നടത്തിയതിന്റെ പേരിലുള്ള കേസുകൾ പിൻവലിക്കാൻ ഇപ്പോഴും ഗവൺമെന്റ് തയ്യാറായില്ല. കൂടി നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് കൃത്യമായ റിസൾട്ട് ഉണ്ടാകുന്നത്. നമുക്ക് എവിടെയും തെരഞ്ഞെടുപ്പ് ജയിക്കാൻ നമുക്ക് കഴിയും എന്ന് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നമ്മൾ നിരവധി സ്ഥലത്ത് നമ്മൾ തെളിയിച്ചു. നമ്മൾ ജയിച്ചതൊന്നും നിസ്സാരമായ ഭൂരിപക്ഷത്തിലല്ല, ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിലാണ് നമ്മൾ ജയിച്ചത്. ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ CPM കഴിഞ്ഞ 10 വർഷമായി അവരുടെ കയ്യിലിരിക്കുന്ന സീറ്റാണ് 11,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നമ്മൾ തിരിച്ചു വിളിച്ചു. അപ്പോൾ തയ്യാറെടുപ്പ് നടത്തി ഒരു ടീമായി വർക്ക് ചെയ്താൽ നമുക്ക് ജയിക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആസൂത്രണം നടത്താൻ കൂട്ടുനിന്ന ഞാൻ പറഞ്ഞത് നടത്താൻ ജീവൻ നന്നായിരുന്നു. എന്താണ് എല്ലാ ആളുകളും ഇപ്പോൾ ഓർക്കുവാൻ പറയുന്നില്ല. ആചാര ലംഘനം നടത്തി രാത്രി
രണ്ടുപേരെ അകത്ത് കയറ്റാൻ പോലീസിന്റെ സഹായത്തോടു കൂടി CPM നടത്തിയ പിണറായി ഭരണകൂടം നടത്തിയ ശ്രമം ഇപ്പം എല്ലാവരും ഓർക്കുന്നു. അതിലൊക്കെ മറന്നുപോയി. അതെല്ലാം ഇപ്പം ആളുകൾ ഓർക്കും. ഉമ്മൻചാണ്ടി സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്തിരുന്ന ആചാരങ്ങൾ പാലിക്കുന്നതിന് വേണ്ടി കൊടുത്ത സത്യവാങ്മൂലം പിണറായി സർക്കാർ വന്നതിന് ശേഷം, സാധാരണ അങ്ങനെ അഫിഡവിറ്റുകളൊന്നും വരുത്തിത്താറില്ല, ഗവൺമെന്റുകൾ തുടർച്ചയാണ്. പക്ഷെ പിണറായി സർക്കാർ വന്നതിന് ശേഷം ശബരിമലയെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കൊടുത്തിരുന്ന സത്യവാങ്മൂലം തിരുത്തി ആചാര ലംഘനത്തിന് കൂട്ടുനിൽക്കുന്ന നിലപാട് അയ്യപ്പ സംഗമം നടത്താൻ ഇപ്പോൾ പ്രഖ്യാപിച്ചപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഗവൺമെന്റിന് മുന്നാകുകയാണ്. ഒന്ന്, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അയ്യപ്പ ഭക്തിയുടെ ഭാഗമായി സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം തിരുത്താൻ തയ്യാറുണ്ടോ? മുഖ്യമന്ത്രിയോ ദേവസ്വം മന്ത്രിയോ ഒരാളും മറുപടി പറഞ്ഞിട്ടില്ല. തിരുത്തട്ടെ. തിരുത്താൻ അയ്യപ്പ സംഗമത്തിൽ പോയാൽ അതിന്റെ അർത്ഥം എന്താണ്? 2, അന്ന് UDF ഉറച്ച നിലപാടെടുത്ത് ഒറ്റക്കെട്ടായി അയ്യപ്പ ഭക്തരുടെ കൂടെ നിന്നു അല്ലേ? അന്ന് UDF പ്രവർത്തകർക്കുൾപ്പെടെ നാമജപ ഘോഷയാത്ര നടത്തിയ സ്ത്രീകൾക്കുൾപ്പെടെ ആയിരക്കണക്കിന് കേസുകൾ സംസ്ഥാനത്തുടനീളം എടുത്തു. ഉമ്മൻചാണ്ടിക്കെതിരായി കേസുണ്ട്, രമേശ് ചെന്നിത്തലയ്ക്കെതിരായി കേസുണ്ട്, നിരവധി UDF നേതാക്കന്മാർക്കെതിരായി, സിദ്ധേശ്വരനെതിരായിട്ടൊക്കെ കേസുണ്ട്. കേസുകൾ പിൻവലിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയ്ക്ക് ഉറപ്പ് നൽകി. കേസുകൾ പിൻവലിച്ചിട്ടില്ല. ആ കേസുകൾ പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ഇപ്പൊ പറയാണ് അയ്യപ്പ സംഗമത്തോടൊപ്പം ഞങ്ങളൊരു ശബരിമല മാസ്റ്റർ പ്ലാൻ തയ്യാറാണ്. എപ്പോഴാ? ഇലക്ഷൻ നടത്താൻ പോകുന്നതിന്റെ, ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോകുന്നതിന്റെ തൊട്ടിപ്പുറത്താണ്. 9 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ശബരിമലയിൽ വികസനം ഉണ്ടാകണം എന്ന ഭൂതോദയം ഈ സർക്കാരുണ്ടായി. മാസ്റ്റർ പ്ലാൻ ഇപ്പോ ഇത്രയും നാൾ തിരിഞ്ഞു നോക്കില്ല ശബരിമലയിലേക്ക്. UDF ഗവൺമെന്റ് ചെയ്യുന്നതല്ല. ശബരിമലയുടെ വികസനത്തിന് തടസ്സമായി നിന്നത് വനഭൂമി ഏറ്റെടുക്കുന്ന പ്രശ്നമാണ്. ഏറ്റവും സങ്കീർണമായ ഒരു പ്രക്രിയയായിരുന്നു വനഭൂമി ഏറ്റെടുക്കുക എന്ന് പറയുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ നിശ്ചയദാർഢ്യത്തോടു കൂടി 112 ഹെക്ടർ വനഭൂമിയാണ് ശബരിമല വികസനത്തിന് വേണ്ടി ഏറ്റെടുത്തത്. ഏകദേശം 300 ഏക്കറിൽ താഴെ 112 ഹെക്ടർ എന്നാണ്. വനഭൂമി ഏറ്റെടുക്കാത്ത ഒരു കാര്യമുണ്ട്. അത്രയും ഭൂമി വനംവകുപ്പിന് വേറെ എടുത്തു കൊടുക്കണം. ഇവിടെ 112 ഹെക്ടർ, ഏക്കറല്ല ഹെക്ടർ ഭൂമി വികസനത്തിന് വേണ്ടി ഏറ്റുകൊടുത്ത ഉമ്മൻചാണ്ടി സർക്കാർ വനം വകുപ്പിന് ഇടുക്കി ജില്ലയിൽ സർക്കാർ അക്വയർ ചെയ്ത് പകരം ഭൂമി കൊടുത്തു. കാരണം 12,000 കോടി രൂപ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സർക്കാർ കൊടുക്കാൻ. KSRTC കൂട്ടാനായി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കൂട്ടലിന്റെ വക്കിലാണ്. ഇനി വൈദ്യുതി വകുപ്പ് നമ്മൾ ഭരിക്കുമ്പോൾ വൈദ്യുതി ബോർഡ് ലാഭത്തിലാണ്. 20 പൈസ യൂണിറ്റിന് കുറച്ചു കൊടുക്കും UDF സർക്കാർ ഇല്ലേ? മറന്നുപോയി നമുക്ക്. അന്ന് പഴയ കടകളെല്ലാം കുറച്ചുകൊണ്ടുള്ള 1000 കോടി രൂപ മാത്രമാണ് KSBയുടെ കടം. ഇപ്പൊ 9 കൊല്ലം കഴിഞ്ഞ് ഇപ്പൊ എത്രയാണെന്നറിയാമോ? KSBയുടെ കടം 45,000 കോടി. അത്ര പറ്റുള്ളൂ 9 കൊല്ലം കൊണ്ട്. അതുകൊണ്ടെന്താ നിങ്ങൾ ചിരിക്കണ്ട. 3 പ്രാവശ്യം അടുപ്പിച്ച് വൈദ്യുതി ചാർജ് കൂട്ടി. കഴിഞ്ഞ നവംബറിൽ കൂട്ടിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒറ്റ കൂട്ടലല്ല, ഒറ്റ ഉത്തരവിൽ 2 കൂട്ടലുണ്ട്. നവംബറിൽ കൂട്ടി പിന്നെ ഓർഡർ ഇറങ്ങിയില്ല. ഏപ്രിൽ 1 കൂടി കൂട്ടി ബില്ല് തന്നപ്പോഴാണ്. ഈ ബില്ല് വന്ന് 3ാമത്തെ പ്രാവശ്യം കൂട്ടിയാണെന്ന് വീണ്ടും യൂണിറ്റിന് 32 പൈസ കൂട്ടണം എന്നാവശ്യപ്പെട്ട് വൈദ്യുതി ബോർഡ് റെഗുലേറ്ററി അതോറിറ്റിക്ക് കത്തയച്ചിരിക്കുക. വാട്ടർ റിസോഴ്സിന്റെ മന്ത്രിയായിരുന്നു പ്രേമേന്ദ്രൻ. എത്ര കോടി രൂപയുടെ കടമാണിപ്പോ? ജലജീവൻ മിഷൻ 4000 കോടിയോളം രൂപയാണ് കരാറുകാർക്ക് കൊടുക്കാനുള്ളത്. 4000 കോടിയോളം രൂപ. ക്ഷേമനിധികൾ കേരളത്തിന്റെ അഭിമാനമായിരുന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷമാത്തിലുള്ള കടമല്ലോ. പൈസ കിട്ടിയിട്ട് എത്ര മാസമായി? 22
ലോകത്തില്ലാത്ത എല്ലാ സാങ്കേതിക രോഗങ്ങളും കേരളത്തിൽ എല്ലാ സാങ്കേതിക രോഗങ്ങളും ലോകത്താകെ 500 പേർക്ക് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം വന്നത് 120 പേര് കേരളത്തില്ല. 19 പേര് മരിച്ചു. കഴിഞ്ഞ 15 ദിവസങ്ങളിൽ ആളുകൾ മരിച്ചു. മന്ത്രിയുടെ മറുപടി എന്താ? 2013 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സർക്കാർ ഇത് കണ്ടുപിടിച്ച സർക്കാരിനോട് പറഞ്ഞാൽ സർക്കാർ ഒന്നും ചെയ്തില്ല. 9.5 കൊല്ലമായിട്ട് അവർ അധികാരത്തിലിരിക്കുക. അങ്ങനെ റിപ്പോർട്ട് നിങ്ങൾ എത്തിയല്ലേ? ഇന്ന് ഞാൻ നിയമസഭയിൽ ചോദിച്ചു, 2016 കേരളത്തിൽ ആദ്യമായി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച പേഷ്യന്റിനെ കണ്ടത്. ആദ്യമായിട്ട് 2013 റിപ്പോർട്ട് ഉണ്ടാവണം. ഇല്ല, അസുഖത്തെ പറ്റി റിപ്പോർട്ട് ഉണ്ടാവുക ഉണ്ടാകില്ല. അത് ശരിയാണ്, 2016 കണ്ടുപിടിച്ചത്. എന്തൊരു അഹങ്കാരമാണ്! ഏതെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊരു അഹങ്കാരത്തിലാണ് മന്ത്രിമാരെ മറുപടി പറയുന്നത്? തകർത്ത് തരിപ്പണമാക്കി എല്ലാവരും വെച്ചിരിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നതിൽ എല്ലാ നേതാക്കളും സുപ്രധാനമായ ഒരു ചോദ്യമുണ്ട് നമ്മുടെ മുമ്പ്. നമ്മൾ ഗവൺമെന്റിനെ വിമർശിക്കുന്നു, ഗവൺമെന്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഒരു ഉത്തരം കൂടി തരണം. ഇതുവരെ പ്രതിപക്ഷം ചെയ്യാതെ നമ്മൾ വന്നാൽ എന്ത് ചെയ്യും? നമ്മൾ വന്നാൽ ഓരോ വകുപ്പുകളിലും എന്ത് ചെയ്യും എന്നുള്ള കൃത്യമായ നിലപാട് നമുക്കുണ്ടാകും. വിശ്വാസ്യതയുള്ള നിലപാട്, നടക്കുന്ന നിലപാടുണ്ടാവും. അതിന്റെ എല്ലാ ചർച്ചകളും ഞങ്ങൾ ആരംഭിച്ചു. അമേരിക്കയിൽ നിന്ന് വരെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ പങ്കെടുത്ത ഹയർ എഡ്യൂക്കേഷൻ കോൺക്ലേവ് തിരുവനന്തപുരത്ത് നടത്തി. കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തും ആ എഡ്യൂക്കേഷൻ കോൺക്ലേവിന്റെ കണ്ടിന്യൂവേഷൻ നടക്കുക. ജനുവരിയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് UDF സർക്കാർ വരുമ്പോൾ എന്ത് ചെയ്യും എന്നതിന്റെ കൃത്യമായ ഡോക്യുമെന്റ് നമ്മൾ പ്രഖ്യാപിക്കുകയില്ല. രണ്ടാമത് നടക്കാൻ പോകുന്ന 26 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ നമുക്ക് ആ വിജയം കൈവരിക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ കേട്ടാൽ നിങ്ങൾ ഓരോരുത്തരും അത് ഏറ്റെടുത്തുകൊണ്ട് താഴെ തട്ടിലേക്ക് ഇറങ്ങുവാൻ തയ്യാറായ ഒരു സംശയം വേണ്ട. 26 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 100 സീറ്റുകളുമായി UDF അധികാരത്തിലേക്ക് കടന്നു വരുന്ന കാര്യത്തിൽ ഒരു തർക്കവും. നമ്മൾ കേരളത്തിൽ 100 സീറ്റുകളുമായി കടന്നു വരും എന്ന് നമ്മൾ അവകാശവാദം ഉന്നയിക്കുമ്പോൾ ആ അവകാശവാദം ഉന്നയിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരെയും കണ്ടുകൊണ്ടാണ് എന്ന സത്യാവസ്ഥ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ ശബരിമലയുടെ ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അത് സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ, അതിനുവേണ്ടി നടത്തിയിട്ടുള്ള സമാധാനപൂർണമായിട്ടുള്ള നാമജപ ഘോഷയാത്ര ഉൾപ്പെടെയുള്ള സമരങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾക്കെതിരായിട്ട് സ്വീകരിച്ചിട്ടുള്ള പോലീസ് കേസുകൾ പിൻവലിക്കുവാൻ ഈ ഗവൺമെന്റിന് വലിയ തയ്യാറായിട്ടില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ശ്രീ ഉമ്മൻചാണ്ടി 1-ാം പ്രതി, ശ്രീ രമേശ് ചെന്നിത്തല 2-ാം പ്രതി, കൺവീനർ അന്ന് 3-ാം പ്രതി, അതിനുശേഷം പ്രേമചന്ദ്രൻ 6-ാം പ്രതി, ഞാനൊക്കെ 7-8-ാമത്തെ പ്രതിയാണ് പമ്പയിൽ നടത്തിയ സമരം. നിരവധിയായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് കേസുകൾ ഇപ്പോഴും കേസ് നിലനിൽക്കുന്നുണ്ട്. ആ കേസുകൾ പിൻവലിച്ചിട്ടില്ല. യുവതീ പ്രവേശനത്തിന് അനുകൂലമാണ് എന്ന് പറഞ്ഞ് പിണറായി സർക്കാർ കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലം ഇതുവരെയും പിൻവലിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം പഴയ നിലപാടിൽ നിന്ന് പുറകോട്ട് പോയിട്ടുണ്ടോ ഇല്ലെന്ന് നമ്മുടെ സ്വന്തത്തിന് അറിയില്ല. അതുകൊണ്ട് തന്നെ ധാർമ്മികമായി ഇങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുവാൻ ഇവർക്ക് യാതൊരു അവകാശവുമില്ല.